ഹായ് ഗെയ്സ് എന്തൊക്കെയുണ്ട്? അപ്പം ഇന്ന് നമ്മൾ വടക്കുന്നാഥൻ്റെ അവിടേക്കും പാറമേക്കാവിലേക്കും തൊഴാൻ പോകട്ടെ. അപ്പം നമ്മളിത് റൗണ്ടിലെത്തി. ആദ്യം നമ്മൾ പാറമേക്കാവ് പോകാൻ നോക്കി. പാറമേക്കാവ് പോകാൻ നോക്കിയപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക്, അതായത് ഹെവി തിരക്ക്. പാർക്കിങ്ങിനൊന്നും ഒരു പ്ലേസ് ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ വണ്ടി നേരെ എടുത്തിട്ട് വടക്കുന്നാഥൻ്റെ അവിടെ കയറ്റി അവിടെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൗണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വടക്കുന്നാഥൻ്റെ മണ്ണിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാണുന്ന സെൻറ് തോമസിലെ പിള്ളേർ പ്രാക്ടീസ് ചെയ്യണേ. അവർക്ക് എന്തോ ആർട്സ് ഡേയോ കാര്യങ്ങളോ എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാറമേക്കാവ് വന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഇത് രാവിലെയൊക്കെ പാറമേക്കാവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് രാധാകൃഷ്ണൻ ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. രാധാകൃഷ്ണയിൽ കയറി ഒരു വടയും ചായയും കഴിച്ചാൽ നമുക്ക് സമാധാനം ആവട്ടെ. തൃശ്ശൂർക്കാർക്ക് അറിയാം ഇവിടുത്തെ വടയുടെയും ചായയുടെയും ഒക്കെ ടേസ്റ്റ്. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇവിടുത്തെ വട. അപ്പം ഞാൻ നേരെ കയറി 2 ഉഴുന്നുവടയും ചായയൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനം ഇത്. അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി നൊസ്റ്റാൾജിക് പ്ലേസ് ആണ് കേട്ടോ രാധാകൃഷ്ണ. കുറേ പേർക്ക് അറിയാം, കുറേ പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഹോട്ടലുകളിൽ ഒന്നാണ് ഈ രാധാകൃഷ്ണ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുത്തമ്പള്ളിയുടെ അവിടുത്തെ റോഡിൽ കിടന്നിറങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ക്രിസ്മസ് അടുത്തെത്തിയെന്ന്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാവും. ഫുൾ സാധനങ്ങൾ ക്രിസ്മസിൻ്റെ സ്റ്റാർ ആയാലും ബാക്കിയെല്ലാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ.